ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ബീരാൻ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി അവിടെ നിൽക്കുന്ന ഒരു പാചകക്കാരന്റെ കയ്യിൽ കൊണ്ട് ഒരു ഫോൺ കൊടുത്തു. അപ്പൊ ആ ഒരു ഫോണ് നമ്മുടെ ബീരാൻ തിരിച്ചു മേടിക്കുകയാണ് കേട്ടോ. ബീരാന്റെ ഫോണാണ്, അത് തിരിച്ചു മേടിക്കുകയാണ്. അങ്ങനെ ബീരാൻ ആശ്വാസമായി. ഈ ഒരു സമയത്ത് പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീരാന്റെ അളിയൻ ചോദിക്കുകയാണ്, അല്ല അളിയനെ കണ്ടില്ലല്ലോ, അളിയൻ എന്ത് ചെയ്യടിന്ന് പെങ്ങളോട് ചോദിച്ചു. അതായത് ബീരാന്റെ പെങ്ങളോട് ചോദിച്ചു. അപ്പം ബീരാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പൊ അവിടെ ചെക്കൻ നിപ്പുണ്ടായിരുന്നു, നമ്മുടെ ഷെബിന്. അപ്പൊ ഷെബിനോട് ചോദിച്ചു, അല്ല എന്ത് കാണുന്നില്ലല്ലോ, നിന്റെ അമ്മാവൻ എന്ത് ചെയ്യടാന്ന്. അത് പിന്നെ എനിക്കറിയത്തില്ല, അമ്മാവൻ എവിടെയാണെങ്കിലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഷെബിൻ നമ്മുടെ ഷെബിനല്ല, സോറി, ഫെബിൻ ആട്ടോ. ഫെബിൻ ആണെങ്കിൽ അമ്മാവനെ തിരക്കാൻ വേണ്ടി അങ്ങ് ഒരു പയ്യനെ പറഞ്ഞു വിടാണ്. അപ്പോഴത്തേക്കും ആ പയ്യൻ നേരെ ചെന്ന് ബീരാനോട് പറഞ്ഞു, അത് പിന്നെ ബീരാന്റെ മരുമകൻ അവരെ തിരക്കുന്നുണ്ട്, ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ടാ, കല്യാണം അല്ലേ മരുമോന്റെ. അത് പിന്നെ അവരിപ്പോ എടുക്കട്ടെ, ഞാൻ പിന്നെ എടുത്തോളാം. അതെ, എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്, അതൊക്കെ അവര് ചെയ്തോളും. അമ്മാവനായിട്ട് ഇത് എന്താ എന്റെ പൊന്ന് ബീരാൻ ചേട്ടാ കാണിക്കുന്നത്, ഇങ്ങ് വാന്നും പറഞ്ഞ് ബീരാന്റെ കയ്യിൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ. ഏതായാലും അവിടെയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് വർഷയിൽ നിന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണുകയാണ് നമ്മുടെ ബീരാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ പൊന്നു ദൈവമേ, അനിയ ഒന്ന് എണീക്കുവോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കസേരയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ആ കസേര എടുത്ത് നമ്മുടെ ബീരാൻ മറച്ചു പിടിക്കുകയാണ് കേട്ടോ. എന്തിന്? ബീരാനെ കാണാതെ ഇരിക്കാൻ വേണ്ടി മറച്ചു മറച്ച് വർഷയുടെ ശ്രീകാന്തിന്റെ മുമ്പിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും സുധിയും രവീന്ദ്രനും ചന്ദ്രയുമൊക്കെ ആയിട്ട് ആകെപ്പാടെ നമ്മുടെ ബീരാന് ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയോട്, അതിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, ക്യാഷ് വല്ലതും കൊടുക്കണ്ടേ, കല്യാണമല്ലേ. അയ്യേ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യേന്നോ? അതെ, ഇതൊരു പെണ്ണിന്റെ വിവാഹമല്ലേ, അപ്പൊ നമ്മൾ ക്യാഷ് കൊടുത്ത് സഹായിക്കണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല നീ മേക്കപ്പ് ചെയ്തു കൊടുത്തില്ല, അതിന് നീ ക്യാഷ് മേടിച്ചില്ലല്ലോ. അല്ല അന്ന് പറഞ്ഞ് നമ്മൾ ക്യാഷ് കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ എന്ന് പറഞ്ഞ് ക്യാഷിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ശ്രുതി ഒരു അരക്കനായോണ്ട് തന്നെ ആർക്കും 5 പൈസ കൊടുക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ബീരാൻ ആ കസേരയും പൊക്കി പിടിച്ചോണ്ട് കറക്റ്റ് ചെല്ലുന്നത് നമ്മുടെ ശ്രുതിയുടെ മുമ്പിലാണ് കേട്ടോ. പെട്ടില്ലേ ബീരാൻ എന്ത് ചെയ്തു, വീണ്ടും ആ കസേര മറച്ചു പിടിച്ച് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് കേട്ടോ. ഇതിലും ഒരു മിന്നായം പോലെ നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്ക് ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ, എന്നാ ഇവര് കണ്ട പരിചയം ഉള്ളതുപോലെ, വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ കസേരയെ ചുമന്നുകൊണ്ട് നമ്മുടെ ബീരാൻ ഒരു വിധത്തിൽ ഒരു മൂല ചെന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടപ്പ് തെറിക്കും. അപ്പോഴത്തേക്കാണ് ബീരാന്റെ അളിയൻ ബീരാനെ കാണുന്നത്. അങ്ങനെ ബീരാന്റെ അളിയെ കണ്ടതും, അളിയൻ എന്താ അളിയ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്റെ പൊന്നളിയോ, അളിയൻ എന്തിനാ ഇതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നത്, എവിടെയായിരുന്നു ഇതുവരെ. അത് പിന്നെ ഞാൻ കിച്ചണിലായിരുന്നു, അവരെ ഒന്ന് സഹായിക്കാന്ന് കരുതി. ഓ, അവരെയൊക്കെ പിന്നെ സഹായിക്കാം, ഇങ്ങോട്ട് വന്ന് ഒരു ഫോട്ടോ എടുക്കണ്ടേ, ഇതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതല്ലേ അളിയാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ബീരാനെ വിളിച്ചുകൊണ്ട് ചെക്കന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെക്കന്റെ അടുത്തേക്ക് ചെന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ബീരാനെ അവിടെ നിർത്തി. അപ്പോഴത്തേക്കും പെങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ബീരാന്റെ. അപ്പൊ മീരാന്റെ അളിയൻ പറഞ്ഞു പെങ്ങളോട്, ദേ എന്റെ പൊന്ന് എടി, ഈ അളിയനുണ്ടല്ലോ കിച്ചണില്. അയ്യോ, എന്തിനാ കിച്ചണിൽ പോയത് കല്യാണമായിട്ട്? അവിടെ പോയി അവരെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നോ, ആങ്ങളെ അവിടെ നിൽക്കാൻ പറഞ്ഞ ആങ്ങളെ എന്നെ പിടിച്ചു നിർത്തി. ഏതായാലും അമ്മാവനും അതുപോലെ അമ്മയും ഷെബിനും ഒക്കെ ആയിട്ട് നിന്നുള്ള ഫോട്ടോ എടുക്കാണ് കേട്ടോ. ഏതായാലും ഫോട്ടോ എടുത്തപ്പോ ഈ ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അളിയൻ ചോദിച്ചു, അതായത് ചെക്കന്റെ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി അളിയൻ ഒരു ടെൻഷൻ പോലെ, എന്തൊരു പരമശവും വെപ്രാളവും ഒക്കെ പോലെ. ഒന്നുമില്ല, ഫോട്ടോ പെട്ടെന്ന് എടുക്ക്. അപ്പോഴത്തേക്ക് ക്യാമറാമാൻ പറഞ്ഞു ഒന്ന് ചിരിക്കുക കേട്ടോ, ഇത് എന്താത്തിനെ മോദം വിരിപ്പിച്ചോണ്ട് വെച്ചിരിക്കുന്നേന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ബീരാൻ ഒന്ന് ചിരിച്ചു കേട്ടോ. ഈ ഒരു സമയത്ത് അവിടെ കറക്റ്റ് സച്ചിയും സുധിയും വന്ന് നിൽക്കുക. അയ്യോ, ഫേസ് ടു ഫേസ് നോക്കുന്നില്ലെന്നേ ഉള്ളൂ, നോക്കിക്കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അവിടെ അത്ര ആൾക്കാർ നിൽക്കുന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ബീരാനാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങിയേ പറ്റത്തുള്ളൂ, ഇല്ല ശരിയാവത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബീരാൻ ഇനി അമ്മയും മോനെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവരെ പിടിച്ചങ്ങ് നമ്മുടെ ബീരാന്റെ ഫ്രണ്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബീരാൻ അങ്ങ് കുനിഞ്ഞു കേട്ടോ. ബീരാൻ അങ്ങ് കുനിഞ്ഞങ്ങ് മാറി. ഈ ഒരു സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ കല്യാണ ചെക്കൻ സച്ചേട്ടാ ഇങ്ങ് വന്നേ, ബാ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, വേണ്ട പിന്നെയാകാം എന്ന് പറഞ്ഞു. അപ്പൊ സുധിയും പറഞ്ഞു, അതിനെ കഴിച്ചിട്ട് വന്നെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ സച്ചി ആണെങ്കിൽ മിണ്ടായിരിക്കണം, നിനക്ക് എപ്പോഴും കഴിപ്പിന്റെ ഒരു ചിന്തയുള്ളൂ, അവരെന്നാ വിചാരിക്കുന്നത്.
ഈ സമയം കൊണ്ട് നമ്മുടെ ബീരാന് കൈയും മറച്ച് തലയും മറച്ച് കുനിഞ്ഞു 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 ഒരു മൂലയ്ക്ക് പോയി നിന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീരാൻ തന്നെ പറയാ, ഈശ്വര ഒരിടത്തും രക്ഷയില്ലല്ലോ, അയ്യോ വല്ല ഉറക്ക ഗുളികയും കഴിച്ച് ബാത്റൂമിൽ പോയി വല്ല കിടന്നുറങ്ങായിരുന്നു, അതേ നടക്കത്തുള്ളെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞ് നേരെ അവിടെ നിന്ന് മുങ്ങി പോവുകയാണ്. ഇതിനിടയിലെ സച്ചിനെ അടിക്കാൻ വേണ്ടി ആ രണ്ട് ചേട്ടന്മാരുണ്ടല്ലോ, നമ്മുടെ സച്ചി അടി കൊടുത്ത ആ ചേട്ടന്മാര് അവിടെ ഇവിടെയൊക്കെ പരക്കം പാഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിനെ തപ്പി. അവനെ ഞാൻ വെറുതെ വിടത്തില്ല, ഒരിടത്തും അവനെ കാണുന്നുമില്ല, അവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുക. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അവനെ അടിച്ചത് എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, ഇതിനുള്ളത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്ന് പറഞ്ഞ സച്ചിനെ തപ്പി നടക്കുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാളു ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മണ്ഡപത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി മാളുവിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരികയാണ്. പിന്നെ മണ്ഡപത്തിൽ പൂജയൊക്കെ നടക്കുന്നു, പൂജാരി വന്ന പൂജയൊക്കെ ഇങ്ങനെ നടത്തുന്ന ഒരു സീനാണ് കാണുന്നത്. പിന്നെ അശോകനാണെങ്കിൽ ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയും അതുപോലെ രവീന്ദ്രനും സംസാരിക്കുന്നത് കാണിക്കുന്നു, സച്ചി സംസാരിക്കുന്നത് കാണിക്കുന്നു, ശ്രുതിയും സംസാരിക്കുന്നത് കാണിക്കുന്നു. എല്ലാവരും കല്യാണത്തിന്റെ ഇടയിൽ തിരക്കും കാര്യങ്ങളും വലിയ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ സച്ചിനെ തപ്പിക്കൊണ്ട് ആ രണ്ടുപേര് നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിനെ കണ്ടുപിടിച്ചു കേട്ടോ. ആ രണ്ടുപേരും കൂടെ നേരെ വന്നിരുന്നത് നമ്മുടെ സച്ചിയുടെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ സച്ചിനെ കണ്ട ഒരു നോട്ടമൊക്കെ നോക്കി സച്ചിൻ തറപ്പിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, ദേ അവനിരിക്കുന്നു എന്ന് പറഞ്ഞു സച്ചിനെ കണ്ടിട്ട്. അപ്പോഴത്തേക്കും അയാള്, ആഹാ ഇത് അവൻ തന്നെയാണല്ലോ, എനിക്ക് തൊഴു തന്നിട്ട് അവൻ ഇവിടെ വന്ന് നിൽക്കല്ലേ, കല്യാണം ഒന്ന് കഴിയട്ടെ നമുക്ക് പണി കൊടുക്കാടാന്ന് പറയാ. സച്ചി ഇതൊക്കെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ മാറി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇവന്മാർ ഓർക്കുന്നത് സച്ചി പേടിച്ച് വിറച്ചിട്ട് എന്ത് ചെയ്തു, പോയി മറിഞ്ഞു നിന്നിട്ട് ഇപ്പം കല്യാണ സമയത്ത് വന്നതാണെന്നാ ഓർക്കുന്നത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ സച്ചി ഇവരെ നോക്കിയിട്ട് ഭയങ്കര ചിരിയൊക്കെ ചിരിക്കാണ് കേട്ടോ, നല്ല ചിരിയൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇയാളാണെങ്കിലും നിന്നെ എടുത്തോളാന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞ ആ ഒരു നോട്ടത്തില് ഭാവത്തിലൊക്കെ ആ ഒരു പറച്ചിലാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അശോകൻ വന്നിട്ട് മോളെ എന്ന് വിളിക്കുകയാണ് ശ്രുതിനെ. അപ്പം ശ്രുതി പറഞ്ഞു, അച്ഛാ നല്ല അങ്കിളെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ ശ്രുതിയുടെ അടുത്തും കൂടെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ അശോകനെ. അപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ പറഞ്ഞു, ഇതേ എന്റെ മോള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടോ, അവള് നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ഭാര്യയല്ലേ ഒരുക്കിയത്, പിന്നെ എങ്ങനെ സുന്ദരിയാകാതിരിക്കും, കല്യാണ പെണ്ണും കൂടി അല്ലേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് കല്യാണ ചെക്കനെ കയറ്റി മണ്ഡപത്തില് ചെക്കന്റെ അമ്മയും അച്ഛനും കൂടി ഇരുത്താണ്. ഒരു കല്യാണം പോലെ തന്നെ, ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനാണോ എന്ന് അറിയത്തില്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നുണ്ടായിരിക്കും. 1, 2, 3 ദിവസമായി ഒരു കല്യാണം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. അത് വേണ്ടപ്പെട്ടവരുടെ കല്യാണം ആണെങ്കിലും കുഴപ്പമില്ല. ഇത് അശോകന്റെ മോളുടെ കല്യാണം, ഇതുവരെ നമ്മൾ അശോകന്റെ മോളെ കണ്ടിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബോറടിയൊക്കെ നടക്കും, നമുക്ക് തോന്നൂല്ലോ. എന്ത് ചെയ്യാനാണ്, കഥയിൽ ചോദ്യമില്ലല്ലോ. ഈ ഒരു സമയത്ത് കല്യാണ പെണ്ണിന് താലപ്പൊലിയൊക്കെ ആയിട്ട് 2-3 പേര്, അതിൽ ഒരാൾ നമ്മുടെ രേവതിയാണ്, പിടിച്ചോണ്ട് വരികയാണ് കല്യാണ മണ്ഡപത്തിലേക്ക്. ഇതിന് ഇടയിലാണെങ്കിലോ മറ്റേ 2 ഗുണ്ടകൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ സച്ചി അടി കൊടുത്ത ആ 2 പേര് നമ്മുടെ സച്ചിനെ നോക്കുകയും എന്തൊക്കെയോ പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവന് കൊടുക്കും, പിന്നെ അവന് കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ഒരു സമയത്ത് കല്യാണ മണ്ഡപത്തില് നമ്മുടെ അമ്മാവനെ കാണുന്നില്ല. അമ്മാവന് പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അമ്മാവനില്ലാതെ എങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്യും. അപ്പം അമ്മാവനെ കാണുന്നില്ല. ആകെപ്പാടെ പേടിച്ചു പോയി എല്ലാവരും കൂടെ അമ്മാവനെ അന്വേഷിക്കുകയാണ്. നമ്മുടെ അളിയനും പെങ്ങളും കല്യാണ ചക്കരും ഒക്കെ ചേർന്നിട്ട് അമ്മാവൻ അവിടെ പോയി കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്കൂടെ പോയി അന്വേഷിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. അപ്പം അമ്മാവനാണെങ്കിൽ പേടിച്ച് വാത്തു പതുങ്ങി ഒളിച്ചിരിക്കുകയാണ്. എങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു, നമ്മുടെ സച്ചി വല്ലതും വെട്ടിക്കൊല്ലുവോ അല്ലെങ്കിൽ ശ്രുതിയുടെ ജീവിതം പോകുവോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് പാവം നമ്മുടെ അമ്മാവൻ ബീരാൻ പാത്തും പതുങ്ങി നടക്കുക. അയാൾക്ക് വന്നൊരു ഗതികേടെ, ഒരു കഷ്ടപ്പാടെ, സ്വന്തം മരുമകന്റെ കല്യാണം കൂടാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ പരിങ്ങി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബീരാനെ തിരക്കി ഒരാൾ വരികയാണ്. അത് പിന്നെ എന്റെ പൊന്നു ചേട്ടൻ ഇവിടെ നിന്നിട്ട് മാറി നിൽക്കുന്നത്, ഇപ്പൊ താലികെട്ട് നടക്കും, അവിടെ എല്ലാവരും അന്വേഷിക്കുന്നു, ബാ. അത് പിന്നെ എന്റെ പൊന്നു ചേട്ടൻ ചെറുക്കന്റെ അമ്മാവനല്ലേ, ഈ സമയത്ത് നിങ്ങൾ മണ്ഡപത്തിൽ വേണം, ചടങ്ങുകളൊക്കെ ഉണ്ട്, കൂട്ടിക്കൊണ്ട് ചെല്ലാനേ അവിടെ ഉള്ളവർ എന്നെ പറഞ്ഞു വിട്ടതാ. ഓ നീ ചെല്ല്, ഞാൻ വരാം. നിങ്ങൾ എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്, വാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വേണ്ട, കൈ പിടിക്കുമെന്ന് വേണ്ട, ഞാൻ ഇപ്പൊ വന്നേക്കാന്ന് പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ആ പയ്യൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ബീരാന് കല്യാണ മണ്ഡപത്തിലേക്ക് കയറാനും പറ്റത്തില്ല. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയം ആകെ പ്രശ്നമാവൂല്ലോ. അതുകൊണ്ട് ബീരാൻ എന്ത് ചെയ്യുന്നു, പാത്തും പതുങ്ങി മാറി തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി രേവതി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരും അവരുടെ കോപ്രായം കണ്ടിട്ട്. അപ്പൊ അങ്ങനെ രേവതിയോട് പറയാണ് കേട്ടോ, സച്ചി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവന്മാരുടെ നോട്ടം കണ്ടിട്ട്, അവന്മാര് കുറെ നേരമായി.
അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്റെ പൊന്ന് സച്ചേട്ട ഇതൊരു മണ്ഡപമാണ് കേട്ടോ, വേണ്ടാട്ടോ വേണ്ട, ഒരു പരിപാടിക്കും പോകണ്ടാട്ടോ സച്ചേട്ട, അതൊക്കെ കണ്ണടച്ച് കളാ. നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കണ്ണടച്ച് വെച്ചേക്കുന്നത്, ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. അത് പിന്നെ എന്റെ പൊന്ന് സച്ചേട്ട നോക്കിക്കേ, അവിടെ നോക്കിക്കേ, കല്യാണം നടക്കുകയല്ലേ, അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ മതി, അവന്മാര് ശ്രദ്ധിക്കാനൊന്നും പോകണ്ടാന്ന്. അങ്ങനെ കല്യാണം നടക്കുകയാണ്. അപ്പം കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാന്തി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെക്കനും പെണ്ണും ഉണ്ട്, അതുപോലെ രവീന്ദ്രനും നമ്മുടെ ചന്ദ്രമതിയും സംസാരിക്കുന്നത് കാണിക്കുന്നു, ശ്രുതിയും സംസാരിക്കുന്നത് കാണിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീരാൻ മണ്ഡപത്തിലേക്ക് കയറി വരാൻ തുടങ്ങുകയാണ് കേട്ടോ. ബീരാൻ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ ബീരാൻ മനസ്സിൽ വിചാരിക്കുക, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു, അവരെന്നെ കാണും. അതെ കൊച്ചെ, എനിക്കൊരു ഫോൺ വിളിക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബീരാനെ പിടിച്ചോണ്ട് വന്ന ആ കൊച്ചിനെ കല്യാണ മണ്ഡപത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ ബീരാനെ ഒരു ഫോണും എടുത്തിട്ട് ബാക്കിലേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ പൂജാരി പറഞ്ഞു, മുഹൂർത്തം ആയിരിക്കുന്നു, എന്നാ പിന്നെ താലി കെട്ടാം, താലികെട്ടൽ ചടങ്ങ് നടത്താം. ഈ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ താലി കെട്ടാന്നും പറഞ്ഞ് ചടങ്ങിലേക്ക് കടക്കാൻ തുടങ്ങുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അമ്മാവനെ നോക്കിയിട്ടിട്ട് കാണുന്നുമില്ല. എന്നാ പിന്നെ എന്ത് ചെയ്യാനാ, കല്യാണം നടത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നേരെ നമ്മുടെ ഫെബിന്റെ കയ്യിലേക്ക് ആ ഒരു താലിമാല കൊടുത്തിട്ട് നമ്മുടെ മാളൂനെ താലി കെട്ടുകയാണ്. പാവം ബീരാൻ ദൂരെ നിന്ന് ഈ കാഴ്ചയൊക്കെ കാണുകയാണ് കേട്ടോ. കാഴ്ചയൊക്കെ കണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് ബീരാൻ. എന്ത് ചെയ്യാൻ, ആ കല്യാണ മണ്ഡപത്തിൽ കയറി നിന്ന് വലിയൊരു കല്യാണം കൂടാനുള്ള മനുഷ്യനായിരുന്നു, മാറി നിന്ന് കാണേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ, എന്റെ ദൈവമേ എല്ലാം നന്നായിട്ട് വരണേ, നല്ല ഐശ്വര്യമുള്ള പിള്ളേർ, എന്ത് ചേർച്ചയല്ലേ രണ്ടുപേരും തമ്മില്, എല്ലാം നന്നായിട്ട് വരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കെട്ടുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചങ്കിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. രേവതിയും പ്രാർത്ഥിക്കുന്നു, സച്ചിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടേ. പാവം നമ്മുടെ ബീരാൻ മാറി നിന്നിട്ട്, എന്റെ ഒരു ഗതികേട്, എന്റെ ഈശ്വര, ഈ കള്ളത്തരം ചെയ്തിട്ടാണല്ലോ എനിക്ക് ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചത്. ആ പേരും കള്ളിയുടെ കൂടെ കൂടി കള്ളത്തരം ചെയ്ത അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് നമ്മുടെ ഫെബിൻ മാളുവിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം കാണിക്കുന്നതും അതുപോലെ നമ്മുടെ അശോകൻ കൈ പിടിച്ചു കൊടുക്കുന്നതും ഒക്കെ ഒരു കല്യാണത്തിന്റെ സിറ്റുവേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ബീരാൻ മറഞ്ഞു നിന്ന് കണ്ട് കണ്ണ് നിറഞ്ഞാണ് ബീരാൻ അതൊക്കെ കാണുന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത് നമ്മുടെ ശ്രുതി തന്നെയാണല്ലോ. ശ്രുതി പറഞ്ഞു, വാ നമുക്ക് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് ധൃതിപ്പെട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തൊന്നും നമ്മുടെ ബീരാന് എന്താ പറയാ കാണാതെ നടക്കണം, ഇവരെ കാണാതെ നടക്കണം. ഇതിനിടയിലാണെ മറ്റേ രണ്ടുപേരെ കാണിക്കാട്ടോ, നമ്മുടെ സച്ചി അടിച്ച രണ്ടുപേര്. അവരാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ പുറകെ തന്നെയാണ്. അങ്ങനെ ആ രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ കല്യാണ പെണ്ണിന്റെ അളിയൻ കണ്ടു. അപ്പോഴത്തേക്ക് അളിയനല്ല സോറി, കല്യാണ പെണ്ണിന്റെ അച്ഛൻ കണ്ടു. അപ്പോഴത്തേക്കും അച്ഛൻ ചോദിച്ചു, അല്ല നിങ്ങളെ എന്താ ഈ പറയുന്നത്, നിങ്ങൾ ആരെയാ തല്ലുന്ന കാര്യം പറയുന്നത് ഇവന്മാരോട് ചോദിച്ചപ്പോ, അത് പിന്നെ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഒരാളെ എന്നെ അടിച്ചു, എന്റെ സംസാരം അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ തല്ലിയത്. ഇത് നിങ്ങളുടെ മുഖത്തടിച്ചതിന് തുല്യാണ്. ചെറുക്കന്റെ ഭാഗത്തു നിന്ന് വന്ന എല്ലാവരെയും അവന് അപമാനിച്ചത്. വിടില്ല ഞാൻ അവനെ. അതെ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കല്ലേ, പ്ലീസ് നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ അടി വാങ്ങി പോകാനൊന്നും പറ്റത്തില്ല, തന്നതിന്റെ 10 ഇരട്ടി ഞങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കും. ഇത് ചെറുക്കൻ വീട്ടുകാർക്ക് നാണക്കേടെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാര് പുറകെ നടക്കാണ് കേട്ടോ. അതായത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പുറകെ നടക്കാണ്. പാവം നമ്മുടെ കല്യാണ പെണ്ണിന്റെ ചെറുക്കന്റെ അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കും. കല്യാണ ചെറുക്കന്റെ അച്ഛനാണ് കേട്ടോ പറഞ്ഞത്, കല്യാണ ചെറുക്കന്റെ അച്ഛനോടാണ് പറഞ്ഞത്. അപ്പൊ കല്യാണ ചെറുക്കന്റെ വീട്ടുകാരാണ്. അപ്പം കല്യാണ ചെറുക്കന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാവർക്കും അത് ക്ഷീണമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം കല്യാണ പെണ്ണിന്റെ അച്ഛനത് ഏൽക്കൂല്ലോ. അപ്പൊ അങ്ങനെ ഒരു സീനാണേ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, രേവതി സച്ചിയും ശ്രുതിയും വർഷയും ശ്രീകാന്തൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല ഭക്ഷണമാണെന്നൊക്കെ പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി നമ്മുടെ ബീരാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബീരാനോട് പറയും, എങ്ങനെയെങ്കിലും ഒന്ന് മാറി നടക്കണം ബീരാനെ, അല്ലെങ്കിൽ പിടി വീണ് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തീർന്ന്, അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കണം ഒരു പൊന്നു ബീരാനെ എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട് കേട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക, അടിപൊളി വിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.